രാജേഷ് പിള്ളേ. ട്രാഫിക്കിന്റെ ഹിന്ദി, തമിഴ് ഇതൊക്കെയാണ് എന്റെ പ്ലാൻ. ഞാൻ ഹിന്ദി ഈ മെയിലിംഗിലും തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ മെയിൽ തുടങ്ങാമെന്നാണ് അവർ വാക്ക് തന്നിരുന്നത്. ഈ പ്രാവശ്യം ഈ മെയിലിംഗിലും എല്ലാവരുടെയും കൂടെ ഡേറ്റ് ഒരുമിച്ച് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ട്രാഫിക് ഇപ്പൊ റെഡ് സിഗ്നൽ നിൽക്കുകയാണ് ഹിന്ദിയിൽ. അതെ അതെ. അതിനിടയിൽ ഗ്രീൻ സിഗ്നൽ കിട്ടി ഗോൾഡ് എന്ന ഒരു പുതിയ മൂവി എടുക്കാൻ പോകുന്നത് കേട്ടു മിസ്റ്റർ രാജേഷ് പിള്ള. ഇതിങ്ങനെ ഒരു വർഷത്തോളം നീണ്ടുപോയപ്പോ എന്താ പറയുന്നത്, നമ്മുടെ കഞ്ഞിമുട്ടുന്നൊരു ഏർപ്പാടായി മാറുമെന്ന് തോന്നിയപ്പോൾ അങ്ങനെ ഉണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ പെട്ടെന്ന് പറയുന്ന സിനിമയല്ലേ. ഒരു ഫിലിം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷത്തിൽ ജീവിക്കാനുള്ള കാശൊന്നും കിട്ടില്ല. അയ്യോ, നമ്മൾ അത്രയ്ക്ക് പണക്കാരനായിട്ടില്ല. അല്ല, അങ്ങനത്തെ ഡയറക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ വർഷത്തിൽ മണിരത്നം സ്റ്റൈൽ. ഞാനൊക്കെ കുഞ്ഞല്ലേ, അദ്ദേഹം അത്രയും വലിയ ആളല്ലേ. ഗോൾഡ് എന്ന് പറയുന്നത് ഇപ്പം ട്രാഫിക്കിന് ശേഷം അടുത്തൊരു പടം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയും മീറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ കേട്ടു. ശങ്കരാമകൃഷ്ണൻ ഉറുമി എഴുതിയ ശങ്കരാമകൃഷ്ണനാണ് ഇങ്ങനെ ഈ ഒരു കഥ എന്നോട് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ അൺസങ് ഹീറോസ് എന്ന് പറയുന്നത് വനിതാ അത്ലറ്റുകളാണ്. കാരണം ഇപ്പം ക്രിക്കറ്റ്, ടെന്നീസിന്റെ എല്ലാം ഗ്ലാമറിന്റെ ഇതാണ് സ്പോർട്സിന്. ഇപ്പം സാനിയ മിർസ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ 100ാമത്തെ സെഞ്ചുറി അടിക്കുന്നതാണ് ഇവിടെ ഏറ്റവും വലിയ വാർത്ത. അല്ലെങ്കിൽ വീരേന്ദ്ര സെവാഗും ധോണിയായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ. പക്ഷെ ഇതിന്റെ ഇടയിൽ അറിയാതെ പോകുന്നൊരു കൂട്ടരുണ്ട്. ഈ വർഷം വേറെ പ്രത്യേകത ഉണ്ട്. ഒളിമ്പിക്സ് നടക്കുകയാണ്, ലണ്ടൻ ഒളിമ്പിക്സ്. അവിടെ പോകുന്ന ഏക മലയാളി എന്ന് പറയുന്നത് ടിൻഡു ലൂക്ക എന്ന് പറഞ്ഞൊരു കുട്ടിയാണ്. പി.ടി. ഉഷയുടെ സ്റ്റുഡന്റ് ആണ്. പക്ഷെ ഇത് എത്ര പേർക്ക് അറിയാം? അതാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മെഡലുകൾ കൊണ്ടുവന്നിട്ടുള്ളത് പി.ടി. ഉഷ, ഷൈനി എബ്രഹാം, വത്സമ്മ, വന്ദന റാവു എന്ന ഈ 4 പേര് ഒരു ടീമാണ്. പക്ഷെ ഇത് എത്ര പേർക്ക് ഈ വന്ദന റാവുവിനെ അറിയാം, വത്സമ്മ അറിയാം? പയ്യോളി പോലുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് പി.ടി. ഉഷ വരുന്നത്. അവിടെ ചെരുപ്പൂർ ഇടാതെ ഓടിത്തുടങ്ങുന്ന പി.ടി. ഉഷ അവിടുന്ന് ഓടിത്തുടങ്ങി ഇന്ത്യയുടെ മാനം കാക്കാൻ വേണ്ടി ലോകത്തിന്റെ പറയുന്ന ഇന്റർനാഷണൽ ലെവലിൽ പോയിട്ട് അവർ മത്സരിക്കുന്ന അവരുടെ ജേണി അവിടെ വരെയുള്ള അവരെത്തിപ്പോഴേ എടുക്കുന്ന ജേണിയുടെ ഇടയിൽ ഉണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസ്. ഗോൾഡിന് എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? സത്യം വളരെ വിഷമമുണ്ട് ഇത് പറയാൻ. ഭയങ്കരമായ പാരകളും നമ്മൾ വെളിയിൽ കാണുന്ന പല മുഖങ്ങളും അത്രത്തോളം നല്ലതല്ല അകമേ എന്നുള്ളത് തിരിച്ചറിവാണ് എനിക്ക് ഇപ്പോഴത്തെ ഈ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാവുന്നത്. വെൽ, താങ്ക് യു വെരി മച്ച്. ഇറ്റ്സ് എ ഫാന്റാസ്റ്റിക് സ്റ്റാർട്ട്. ഒരുപക്ഷെ ഈ ഷോ ഒരു തീപ്പൊരി ഷോ ആയിട്ട് മാറാൻ പോവായിരിക്കും. വെൽ, രാജേഷ് പിള്ള ഡയറക്ടർ is going to open his heart in the Club FM സ്റ്റാർ ജാം. and ഈ സ്റ്റാർ ജാമിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ട്രാഫിക് ജാം. സത്യം 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 100-110. ട്രിവാൻഡ്രം തൊട്ട് ഞാനിപ്പം ബോംബെയില് 4-5 പ്രാവശ്യം കാറിലാണ് പോയത്. എനിക്ക് ഡ്രൈവിംഗ് അത്ര ഇഷ്ടമായതുകൊണ്ട് വണ്ടി എടുത്തങ്ങ് വിടുക എന്നുള്ളതാണ്. എവിടുന്ന്? ട്രിവാൻഡ്രം. അതെ, ട്രിവാൻഡ്രം ടു ബോംബെ ജേർണിയിൽ കണ്ടിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പൂനെ എക്സ്പ്രസ് വേയിലൂടെ കയറി വന്നാൽ ഒരു 8 വരി പാതയാണ്. അതായത് നമ്മൾ അറിയാതെ തന്നെ 120 പോകുമ്പോൾ നമ്മൾ അറിയത്തേ ഇല്ല. കാരണം ട്രാഫിക് ഇല്ല, ടോളുണ്ട്, മുക്കിന് ടോളുണ്ട്. കേരളത്തിലുണ്ട്. അവിടുത്തെ ടോൾ ഒരു പ്രത്യേകത ഉണ്ട്. ചെല്ലുമ്പോ മറ്റേ ഇങ്ങനെ നെല്ലിക്കയും പേരയ്ക്കയും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളായിട്ട് ഈ പിള്ളേർ വരാറുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് ടോൾ. ശരിക്കും എനിക്കുണ്ട് ഒരു വളരെ മോശമായ ഒരു അനുഭവം പറയാം. ഇപ്പം ഗുരുവായൂർ പോയി, ഇപ്പോൾ ഞാൻ തൃശ്ശൂർ വഴിയാണ് പോയത്. തൃശ്ശൂർ ഒരു പുതിയ ടോൾ വന്നിട്ടുണ്ട്. തൃശ്ശൂർ പാലക്കാട് റൂട്ടിനുള്ള മണ്ണൂത്തി ടോൾ. പക്ഷെ അത് ഏറ്റവും വലിയ വൃത്തികേട് എന്ന് പറയുന്നത് അവരെ ടോൾ കൊണ്ട് വെച്ചിരിക്കുന്നത് തൃശ്ശൂരിലേക്ക് DVTന്റെ തൊട്ട് ഫ്രണ്ടിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞു തൃശ്ശൂരിലേക്കാണ് എനിക്ക് പോകേണ്ടത്. അപ്പൊ എനിക്ക് വഴി അത്ര ഉറപ്പില്ലായിരുന്നു. അവർ സാറേ ഇത് ഈ ടോൾ എടുത്ത് പകുതി എത്തിയിട്ടാണ് എന്ന് പറഞ്ഞു. ആ വഴി ഞാൻ 50 രൂപ കൊടുത്ത് ടോൾ എടുത്തിട്ട് ഒരു 10 അടി വെച്ചില്ല. അതിന് മുമ്പേ എനിക്ക് എടുത്തോട്ട് തിരിയേണ്ടി വരുന്നു. ഭയങ്കര കഷ്ടമാണ്. അങ്ങനെ തൃശ്ശൂരൊക്കെ പോകുന്നവരെ അത് ഭയങ്കരമായിട്ട് നമ്മളത് ഒട്ടും ഉപയോഗിക്കുന്നില്ല ആ റോഡ്. എത്രയോ പേര് വെറുതെ 50 രൂപ കൊടുത്തിട്ട്. ഗതാഗത മന്ത്രി, ആർ യു ലിസ്ണിംഗ് ടു ദിസ്? തീർച്ചയായിട്ടും ഞാനും പറയുന്നു ഇത് കേൾക്കണം. കാരണം ഇതൊരു സാധാരണക്കാരന്റെ വിലാപമാണ്. ടോളിന്റെ കാര്യം പറയുമ്പോഴാണ് ആക്ച്വലി നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ടോൾ ആവശ്യമുണ്ടോ? ടോള് ഒരു രീതി നല്ല നടക്കാം, നല്ല റോഡുകളാണെങ്കിൽ. പക്ഷെ നമുക്ക് വിഷമം തോന്നുന്നു നമ്മുടെ നാട്ടിലെ റോഡുകളിൽ ടോൾ വരുമ്പോൾ. ഈ തൃശ്ശൂർ ടു എറണാകുളം നന്നായിട്ടുണ്ട്, നല്ല റോഡാണ്. നമ്മൾ പറയുമ്പോൾ നല്ലതും പറയണം. എറണാകുളം ടു ട്രിവാൻഡ്രം കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന പോലെ നമ്മളെ ഞെട്ടിക്കാൻ വേണ്ടി അവര് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുഴികളുണ്ടാക്കി അത് കറക്റ്റായിട്ട് സൂക്ഷിച്ചു പോരുന്നുണ്ട്. അങ്ങനത്തെ ഞെട്ടിക്കുന്ന കുഴികളുള്ളത് എവിടേക്ക്? ആലപ്പുഴ ഭാഗത്തൊക്കെ ഉണ്ട്. അത് കായംകുളക്കാര് വിചാരിച്ചു അവരും മോശമാക്കണ്ടെന്ന് അവരും 2 വെട്ട് വെട്ടിയിട്ടുണ്ട്. പാവങ്ങൾ ആ കണ്ണൂർ കോഴിക്കോട്. അയ്യോ, എന്നോട് അത് ചോദിക്കുകയും ചെയ്യരുത്. എനിക്ക് ഓർക്കാൻ പോലും ഇഷ്ടമല്ല. കാരണം ഈ ബോംബെ പോകുന്ന വഴി ഞാൻ അതുകൊണ്ടാണ് പാലക്കാട് വഴി വിടുന്നത്. കണ്ണൂരൊക്കെ പോയ ജീവൻ പോക്കാണ്. എണ്ണാമെങ്കിൽ എണ്ണിക്കുന്നുള്ളൊരു ധാർഷ്ട്യത്തോടാണ് അവിടെ കുഴികളുടെയൊക്കെ എണ്ണം എന്ന് പറയുന്നത്. കാരണം ഒരു കാലത്ത് നമുക്ക് നക്ഷത്രങ്ങളെ പിന്നെ എണ്ണാം, കുഴികളുടെയൊക്കെ എണ്ണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. സോ വാട്ട് ഡു യു തിങ്ക്? ഇതൊക്കെ മാറ്റാനായിട്ട് ട്രാഫിക്കിന്റെ ഡയറക്ടർ മുതൽവന്റെ ഡയറക്ടറായി മാറും. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു അവസരം കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആയേനെ. എന്ത് ചെയ്യും? എനിക്കത് ഒരു ദിവസം പറഞ്ഞു തരും, ഞാൻ കാണിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റുന്നു. ഫാന്റാസ്റ്റിക്. ഈ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഇത് സ്റ്റാർ ജാം ഓൺ ക്ലബ് FM. കറന്റായിട്ട് നടക്കുന്ന അഫയേഴ്സിനെ കുറിച്ച് സംസാരിക്കുകയാണ്. റൈറ്റ് നൗ എന്റെ കൂടെ രാജേഷ് പിള്ളയാണ് ഓൺ സ്റ്റാർ ജാം, ഡയറക്ടർ ഓഫ് ട്രാഫിക്. ഇടുക്കിയിൽ വെള്ളം കുറഞ്ഞു എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ രാജേഷ് പിള്ളയ്ക്ക് എന്താണ് തോന്നുന്നത്? ഇരുട്ടാണ് തോന്നുന്നത് കണ്ണിൽ. കാരണം ഇടുക്കിയിൽ വെള്ളം കുറഞ്ഞാൽ പ്രശ്നം, ഇടുക്കിയിൽ വെള്ളം കൂടിയാലും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലോ, നമുക്ക് മാത്രം കിട്ടുന്നൊരു സ്വാഭാവികമാണ്. ഗോവയിലെ പെട്രോളിന്റെ റേറ്റ് കുറച്ച് കാര്യം അറിഞ്ഞോ? നമ്മുടെ സർക്കാരിനും സ്വീകരിക്കാവുന്നതാണ് അത്തരം കാര്യങ്ങൾ. കേരളത്തിൽ എന്തെങ്കിലും കുറയും എന്ന് തോന്നുന്നുണ്ടോ? ഇനിയും നോക്കിക്കോളൂ, വളരെ വേഗം കൂടുന്നത്. ഒരു 100 രൂപയ്ക്ക് നമ്മൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ താണ്ടുമെന്നാണ് എന്റെ വിശ്വാസം. പെട്രോളിനാണ്. ഇപ്പൊ LPG ഗ്യാസിന് അയ്യോ അതിനേക്കാൾ ഭയങ്കര വലിയ പ്രശ്നമാണ്. കാരണം ഗ്യാസിന്റെ വിലയൊക്കെ കൂടുതൽ വെച്ചാൽ എന്താണ് കാരണം ഒരു 200 രൂപ
മേടിച്ചിട്ട് കറക്റ്റ്. ഇപ്പം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതേ കുറ്റി അതേ ഗ്യാസ്. അതെ, അതിലും കുറഞ്ഞ അളവ്. ഒരു സംവിധായകന്റെ വീട്ടിൽ അടുപ്പ് പോകുകയാണെങ്കിൽ മിനിമം എത്ര രൂപ വേണം മാസം? എന്റെ ഭാര്യ കണ്ണൂരിട്ടുന്ന ഒരു ഏരിയ DVD കളക്ഷനാണ്. ഞാൻ അത്രയ്ക്കും DVD മേടിച്ചു കൂട്ടും. എന്റെ നല്ല DVD കളക്ഷൻ ഉണ്ട്. ഇപ്പം ബ്ലൂറേ ഡിസ്ക് കൊണ്ട് മേടിച്ചൊരു DVD. അണ്ണ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണ്ണ എന്ന് വിളിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. വാച്ച് യു ടേക്ക്. ഒരു അണ്ണാസാര പോരാ, 1000 അണ്ണാസാരന്മാർ ഉണ്ടായാൽ മാത്രമേ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൈക്കൂലിക്കെതിരെയാണ് അദ്ദേഹത്തിന്റെ ഇത്തവണത്തെ ജന്തർ മന്ദറിലെ നിരാഹാരം. കൈക്കൂലി കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എപ്പോ? ആർക്ക്? ട്രാഫിക് റൂൾസ് തെറ്റിക്കുമ്പോ കൈക്കൂലി കൊടുത്തിട്ടുണ്ട്. പോലീസിനോ? ഇന്ന സ്ഥലം പ്രത്യേകതയൊന്നുമില്ല. കേരളത്തിന്റെ അങ്ങും ഇങ്ങും ഞാൻ കൊടുത്തിട്ടുണ്ട്. എയർപോർട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കൈക്കൂലി കൊടുക്കുന്ന സ്ഥലം ട്രിവാൻഡ്രം എയർപോർട്ടാണ്. അതിനകത്ത് പാർക്ക് ചെയ്യാൻ 60 രൂപ അല്ലെ അങ്ങനെയുള്ളതുകൊണ്ട്. വെളിയിൽ നമ്മൾ വെറുതെ കടത്തിണ്ടല്ലേ അപ്പുറത്തെ മറ്റേ നിർത്തിയ സാധാ പോലീസ് വന്നിട്ട് ഇവിടെ പാർക്കിംഗ് ഇല്ല, അകത്ത് പാർക്ക് ചെയ്ത് 60 രൂപ, ഇവിടെ എന്തിനും നമുക്ക് തന്നാലും നിങ്ങൾക്ക് പാർക്ക് ചെയ്യാം, ഞങ്ങൾ നോക്കിക്കോളാം. ആണോ? ഇന്നും ഉണ്ടത്. ആ മാഫിയ അവിടെ ഉണ്ട്. കാരണം ശംഖുമുഖം വരെ ട്രിവാൻഡ്രം എയർപോർട്ടിന് വെളിയിൽ ഇന്ന് എപ്പോഴും പോയി ചെക്ക് ചെയ്തോളൂ. പോലീസുകാരാണ് അവിടെ കൈക്കൂലി മേടിക്കുന്നത് വെളിയിൽ. ട്രിവാൻഡ്രം എയർപോർട്ടിന് വെളിയിൽ തൊട്ട് ശംഖുമുഖം ഏരിയ വരെ. വിപ്ലവം എനിക്ക് വയ്യ. ഇത് വലിയ വിവാദമാവുമല്ലോ. അത് സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അനുഭവമാണ് പറയുന്നത്. ക്ലബ് FM സ്റ്റാർ ജാം. ഞാനിവിടെ ഉണ്ടാക്കുന്നു ട്രാഫിക് ജാം. കണക്കിന് ഫൺ. എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. ചോദിച്ചോളൂ. സംശയങ്ങളൊക്കെ ഞാൻ മാറ്റിത്തരാം. ആദ്യം, ട്രാഫിക് തമിഴ് സംസാരിക്കുമ്പോൾ ശ്രീനിവാസൻ ആരായിരിക്കും? ടോട്ടൽ ഒരു കോൺട്രാസ്റ്റ് ആണ് കേട്ടോ. അവിടെ ചെയ്യുന്നത് ശരത് കുമാറാണ്. ജീപ്പ് ഓടിക്കാൻ പോകുന്നത്. സൂപ്പർ സ്റ്റാർ ആരാണ്? പ്രകാശ് രാജ്. ബെസ്റ്റ് ചോയ്സ്. ഹിന്ദിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഹിന്ദിയില് ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്ക് സർപ്രൈസ് ആവുന്നതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. കാരണം എന്നെ പ്രൊഡ്യൂസേഴ്സ് ഇത്ര നാളിങ്ങനെ പിടിച്ചുകൊണ്ടിരുന്നത് മോനെ നോക്കിക്കോ ലഡ്ഡു പൊട്ടും എന്ന് പറഞ്ഞിട്ടായിരുന്നു. അവര് ഇപ്പൊ എന്നോട് മാത്രം റിവീൽ ചെയ്തിട്ടുണ്ട്. അത് കേട്ടപ്പോ ശരിക്കും ലഡ്ഡു പൊട്ടി. ശ്രീനിവാസൻ ആരാണ്? ശ്രീനിവാസന്റെ റോൾ ചെയ്യുന്നത് പ്രകാശ് രാജാണ്. ഹിന്ദിയിൽ ചെയ്യുന്നത്. തമിഴ് സിംഗത്തിന്റെ റീമേക്ക് ഹിന്ദി സിംഗം ഭയങ്കര ഹിറ്റ് ആവുകയും അതേ ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ചോയ്സ് ആരാന്ന് അറിയോ സർ? ആരാണ്? നസറുദ്ദീൻ ഷാ. എനിക്ക് നസറുദ്ദീൻ ഷാ ഉണ്ടായിരുന്നു, ഇർഫാൻ ഖാൻ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളുണ്ട്, നാനാ പട്ടേക്കർ. ഞാൻ അദ്ദേഹത്തെ പോയി കാണുകയും അത് ഇത് ചെയ്യാൻ സമ്മതിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എന്തോ കാരണവശാൽ അതൊക്കെ മാറിപ്പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് സർപ്രൈസ്? ലഡ്ഡു പൊട്ടിയത് എവിടെ? കുറച്ചാൾ കാത്തിരിക്കൂ. ഞാൻ ക്ലബ് FM ന്യൂസ് ആദ്യം തരാം. അല്ല, എന്താണ് ഈ ലഡ്ഡു? കമ്മീഷണർ റോളിൽ വരുന്നത് ഹിന്ദിയിലെ ഒരു അത്യാവശ്യം ആമിർ ഖാൻ. ഒരു ഖാൻമാരല്ല അല്ലേ? അക്ഷയ് കുമാർ. ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം എന്നോട് ഇന്നലെയും കൂടെ ഒരു ഫോൺ ചെയ്ത് പറഞ്ഞു സാർ ഇപ്പം പറയരുതെന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഈ ഖാൻമാരൊഴിച്ച് ബാക്കി ഹിന്ദി സിനിമയിൽ എല്ലാവരെയും ഞാൻ കാണാത്ത താരങ്ങളില്ല. അവിടെ പോയിട്ട് ഒരു 80% താരങ്ങളെയും കണ്ടു കഴിഞ്ഞു. സർ, ആരെയൊക്കെ പോയി കണ്ടു? നാനാ പട്ടേക്കർ, ഇർഫാൻ ഖാൻ, KK മേനോൻ, സണ്ണി ഡിയോൾ, കുറെ നടിമാരും വന്നിട്ടാ. അതെ, മിനീഷ ലാംബ. എനിക്ക് അങ്ങനെ ഒരാളെ ഇഷ്ടം. സോഹാലി ഖാൻ എന്റെ പെർഫെക്റ്റ് ചോയ്സ്. കാരണം സന്ധ്യയുടെ റോളിന് ഞാൻ ഏറ്റവും അധികം കമ്പനി പറഞ്ഞ് സോഹാലി ഖാനെ. അപ്പൊ അവർ പറഞ്ഞു മാർക്കറ്റില്ല. സാർക്ക് ഹിന്ദി അറിയോ? ഹിന്ദി പടം എടുക്കാൻ? എനിക്ക് നാട്ടിലെ എന്റെ ഒരു പ്രേമം പൊളിഞ്ഞപ്പോൾ ഞാൻ 1.5 വർഷം ബോംബെയിലെ ചേച്ചി എടുത്ത് മുങ്ങിപ്പോയി നിന്നിട്ടുണ്ട്. 1.5 വർഷം കൊണ്ട് എന്തൊക്കെ ഹിന്ദി പഠിച്ചു? കുറച്ച് ഹിന്ദി ഇല്ല സോറി, ഞാൻ ഹിന്ദിക്കാരോട് മാത്രം ഹിന്ദി സംസാരിച്ചു. എനിക്ക് നാട്ടിൻ പുറത്ത് ആരും ചാൻസ് തരുന്നില്ല. ബോളിവുഡില് വല്ല ചാൻസ് ഉണ്ട്. ട്രാഫിക്കിലാണെങ്കിൽ 10-15 ക്യാരക്ടർ ഉണ്ടല്ലോ. ഹലോ, എന്തും പെട്ടെന്നൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇവിടെ? ഹലോ കണക്കിന് ഫൺ. എന്റെ കൂടെ ട്രാഫിക് ഡയറക്ടറാണ്. രാജേഷ് പിള്ള. ഞാൻ എത്ര റെമ്യൂണറേഷൻ പറഞ്ഞാലും പ്രൊഡ്യൂസേഴ്സ് എനിക്ക് ഇപ്പോൾ തരും മലയാളത്തിൽ. ശരിയോ തെറ്റോ? ഞാനിപ്പോ ഒരു കൂടി ചോദിച്ചാലും തരുമോ? അയ്യടാ മോനെ. എന്നാ എത്ര ചോദിച്ചാൽ തരും? അതോ ഇരിക്കട്ടെ. ഇൻഡസ്ട്രിയിലെ ഒരു ഡയറക്ടർ ആക്ടറിന്റെ ഡിഫറൻസ് എങ്ങനെയാണ്? ശരിക്കും അതിനെന്തെങ്കിലും ഒരു പെർസെന്റേജ് കണക്കുണ്ടോ? ആർട്ടിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് ഒരു 2 പടം കഴിയുമ്പോൾ അല്ലെങ്കിൽ 2 പടം സക്സസ് ആകുമ്പോൾ അവർക്ക് തോന്നിയതുപോലെ മേടിക്കുന്നവരുണ്ട്. ഇവിടെ 50 ലക്ഷം 60 ലക്ഷം മേടിക്കുന്ന ആക്ടേഴ്സ്. 75 ലക്ഷം 1-2 ഹിറ്റ് മാത്രം കൊടുത്തിട്ട് 75 ലക്ഷം മേടിക്കുന്ന താരങ്ങളുണ്ട് നമ്മുടെ മലയാളത്തിൽ. അത് ആർക്കോ ഇട്ട് കൊട്ടി ഒരു കൊട്ടാണോ? തീർച്ചയായിട്ടാണ്. കാരണം ആ താരം ഡയറക്ടറുടെ കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇടപെടാൻ വന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സ്വന്തം അനുഭവം. സ്വന്തം ക്രെഡിറ്റിൽ ഹിറ്റ് എന്ന് പറയുന്ന 1-2 പടം മാത്രമുള്ള ഒരാള് ഇന്ന് 10-75 മേടിക്കുന്ന 75 lakhs. ഇവിടെ ഇപ്പം മാക്സിമം എനിക്കൊന്നൊരു ഡയറക്ടർക്കൊക്കെ വലിയ ഡയറക്ടേഴ്സ് മേടിക്കുന്നത് വിത്ത് സ്ക്രിപ്റ്റോട് കൂടി അല്ലെ എനിക്ക് 50 ലക്ഷം ഒക്കെ ആയിരിക്കും. എനിക്ക് ഒരുപാട് നടന്മാരുടെ കോള് കിട്ടി അടുത്ത പടത്തിൽ എന്നെ എടുക്കണമെന്ന് പറഞ്ഞ്. ശരിയോ തെറ്റോ? ശരി. എന്നിട്ട് എന്താ പറഞ്ഞവര്? ബാക്കിയുള്ളവർക്കൊക്കെ ലൈഫ് കൊടുത്തു കേട്ടോ. അടുത്ത നമ്മളാണ് കേട്ടോ വെയിറ്റിംഗ് ലിസ്റ്റിൽ എന്ന് പറഞ്ഞ ആളുണ്ട്. പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാനിത് ചാൻസിന് വേണ്ടിയിട്ടൊന്നും കേട്ടോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ വെച്ച് ഞാൻ ഈ റൗണ്ട് ക്ലോസ് ചെയ്യാൻ പോവാണ്. ഗോൾഡ് എന്ന ഒരു പുതിയ മൂവി എടുക്കാൻ പോകുന്നത് കേട്ടു മിസ്റ്റർ രാജേഷ് പിള്ള. ഗോൾഡിന് എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഫ്ലോപ്പ് സിനിമ ചെയ്ത് ഒരു ഡയറക്ടർക്ക് അടുത്ത പടം ചെയ്യാനുണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നല്ലവണ്ണം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടാണ് ഞാൻ എന്റെ 2ാമത്തെ പടത്തിലേക്ക് വന്നത്. പക്ഷെ ഇപ്പൊ 2ാമത്തെ പടം ചെയ്തപ്പോൾ ഹിറ്റായ ഒരു പടം ചെയ്ത ഡയറക്ടർക്ക് അടുത്തൊരു പടം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പാരകളെ കുറിച്ച് ഞാനിപ്പം വളരെ ഇൻഡസ്ട്രിയിലെ പാരകളെ പറ്റി വേണമെങ്കിൽ ഒരു തീസിസ് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. കാരണം ഇതുവരെ ഒരു പടം ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഒരു ഹിറ്റ് കൊടുത്തപ്പോഴും
ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ നമ്മുടെ ജീവിതമൊക്കെ സുഖമാണ്, അടുത്തൊരു പടം നമുക്ക് സ്വസ്ഥമായിട്ട് സമാനമായിട്ട് ചെയ്യാന്ന്. പക്ഷെ ഇൻഡസ്ട്രിക്കകത്ത് തന്നെ സത്യം വളരെ വിഷമമുണ്ട് ഇത് പറയാൻ. ഭയങ്കരമായ പാരകളും നമ്മൾ വെളിയിൽ കാണുന്ന പല മുഖങ്ങളും അത്രത്തോളം നല്ലതല്ല അകമേ എന്നുള്ള തിരിച്ചറിവാണ് എനിക്ക് ഇപ്പോഴത്തെ കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാവുന്നത്. Well, that's Rajesh Pilla with me on Club FM Star Jam. Tan കണക്കിന് Fun. ഞാൻ ചോദിക്കാൻ പോകട്ടെ. റെഡി? എന്റെ കൂടെയുള്ള ട്രാഫിക്കിന്റെ ഡയറക്ടറാണ് രാജേഷ് പിള്ളൈ. ഞാൻ കാരണമാണ് മലയാളത്തിലെ ന്യൂ ഡയറക്ടേഴ്സിന് ഇപ്പോൾ ചങ്കൂറ്റം കിട്ടിയത്. ട്രൂ ഫോൾസ്? ഫോൾസ്. അത് രഞ്ജിത്ത് സാർ തുടങ്ങി വെച്ചതാണ്. നല്ല സിനിമകളിൽ കൂടെ നിന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പാലേരി മാണിക്കാവട്ടെ, പ്രാഞ്ചേട്ടനാവട്ടെ, തിരക്കഥയാവട്ടെ, എത്രയോ പടങ്ങൾ നമുക്ക് പറയാം. അദ്ദേഹമാണ് അത് തുടങ്ങി വെച്ചത്, അദ്ദേഹമാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. അദ്ദേഹത്തിന്റെ പിന്നാലെയാണ് ഞങ്ങൾ. ഒരു വലിയ വാഗ്വാദം നടക്കുന്നുണ്ട്. പൊളിറ്റീഷ്യൻസിന് റിട്ടയർമെന്റ് ഏജ് വേണം. ട്രൂ ഫോൾസ്? ട്രൂ വേണം. ഒരു പ്രായം കഴിഞ്ഞ ഇവിടെ എന്താണ് ഉറങ്ങാൻ വേണ്ടി മാത്രമല്ലേ മന്ത്രിപദവിയോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഞാൻ 10 പ്രാവശ്യം MP ആയിരുന്നു, 10 പ്രാവശ്യം മന്ത്രിയായിരുന്നു പറഞ്ഞ് മാത്രം വന്നിരിക്കുന്നവരുണ്ട്. ഞാൻ പറയട്ടെ, എക്സ്പീരിയൻസ് ഉള്ളവർ വേണം. പക്ഷെ ഇത് രണ്ടും കറക്റ്റ് മിക്സ് ആയിരിക്കണം. കാരണം എക്സ്പീരിയൻസ് ഉള്ളവരും പ്ലസ് യുവാക്കളും വരുമ്പോഴാണ് ഒരു നല്ല റിസൾട്ട് എവിടെയാണെങ്കിലും അത് രാഷ്ട്രീയത്തിലാണേലും സ്പോർട്സിലാണേലും സിനിമയിലാണേലും എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. സോ അക്കോർഡിംഗ് ടു യു സച്ചിന്റെ പ്രായം 35 ആകുമ്പോഴേക്കും വയസ്സായി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്സിൽ എത്ര വയസ്സാണ്? മാക്സിമം 60. കാരണം അതിനപ്പുറം പോകരുത്. പക്ഷെ നമ്മുടെ ഇപ്പം എടുത്താൽ 60% ആൾക്കാർ 60 മുകളിലാണ്. പക്ഷേ ഓക്കെ, അവർക്ക് ആരോഗ്യവും മനക്കരുത്തും ഉണ്ടെങ്കിലും ഓക്കെ. അടുത്ത പടം പിടിക്കാൻ നല്ല ടെൻഷൻ ഉണ്ട്. ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. തീർച്ചയായിട്ടും അത് മീറ്റ് ചെയ്യാന്ന് പറയുന്നത്. പ്ലസ് അത് ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ട്രാഫിക് കഴിഞ്ഞപ്പോൾ ഞാൻ മോസ്റ്റ് വാണ്ടഡ് ഡയറക്ടറായി. ആണോ? അതിനു മുമ്പ് ഞാൻ അൺവാണ്ടഡ് ഡയറക്ടേഴ്സിൽ ഒരാളായിരുന്നു. അതാണ് യഥാർത്ഥ ട്രൂ. എപ്പോഴും അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്. എല്ലാ ദിവസവും ട്രാഫിക്കിന്റെ റിലീസ് ചെയ്ത് 2011 ജനുവരി 7 വരെയുള്ള എല്ലാ ദിവസവും ട്രാഫിക് റിലീസ് ചെയ്ത ദിവസം 7 എനിക്ക് വളരെ പ്രിയപ്പെട്ട ദിവസമാണ്. ജനുവരി 7 ട്രാഫിക് റിലീസ്, ഒക്ടോബർ 7 എന്റെ പിറന്നാള്. 7 ധോണിയുടെ ജേഴ്സി നമ്പർ അത്ര വേണ്ട. കാരണം എനിക്ക് ധോണി അത്ര ഇഷ്ടമല്ല. അത് ഇർഫാൻ പത്താനെ എടുത്തിട്ടും കളിപ്പിക്കാത്തത് ധോണിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധോണിക്കെതിരെ കൊടി പിടിക്കുന്ന ഒരാളുണ്ട്. നമ്മുടെ സ്വന്തം ശ്രീശാന്തിനെ അവഗണിക്കുന്നതിലും ധോണിയുടെ പങ്കുണ്ട്. ശ്രീശാന്തിന്റെ കയ്യിലിരിപ്പുണ്ട്. ക്ലബ് FM-ൽ എന്റെ കൂടെയുള്ള രാജേഷ് പിള്ള, ട്രാഫിക്കിന്റെ ഡയറക്ടർ, ടെറിഫിക് ഡയറക്ടർ. ആൻഡ് ഇത് ടൺ കണക്കിന് ഫൺ. 47 എന്നുള്ള റൗണ്ടിലേക്ക് പോവാണ്. ആൻഡ് ഒരു ക്വസ്റ്റിന് ഒരു ആൻസർ മാത്രം. റെഡി? ഓക്കെ, റെഡി. ഷൂട്ട്. സ്വന്തം കയ്യിൽ ട്രോഫി ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് ആർക്ക് കൊടുക്കും? സോൾട്ട് ആൻഡ് പെപ്പർ, ട്രാഫിക്? സ്വന്തം കുഞ്ഞിലെ എല്ലാവർക്കും വലുത്. ഒരു വർഷത്തെ ഏറ്റവും നല്ല 2 ചിത്രങ്ങൾ എടുത്തു. ആഷിഖ് കപൂറിനടുത്ത് ഞാൻ ചോദിച്ചു സോൾട്ട് ആൻഡ് പെപ്പറിന് എത്ര രൂപ കിട്ടിയെന്ന്. അപ്പൊ ആഷിഖ് കപൂർ പറഞ്ഞു. ഇതേ ക്വസ്റ്റ്യൻ ഞാൻ രാജേഷ് പിള്ളയോട് ചോദിക്കുകയാണ്. ട്രാഫിക്കിന് സത്യത്തിൽ എത്ര രൂപ കിട്ടി? 7 lakhs. ട്രാഫിക് കഴിഞ്ഞ് എത്ര പ്രൊഡ്യൂസേഴ്സ് അപ്രോച്ച് ചെയ്തു? 8-10. കഥ പറയാൻ എത്ര പേര് വന്നു? അയ്യോ, ഒരുപാട്. എത്ര കഥ കേട്ടിട്ടുണ്ടാവും? 100 അടുപ്പിച്ച്. 50-60 കഥകളും ഒരേപോലെ ഇരുന്നു. ആ കഥയൊക്കെ ഓർമ്മയുണ്ടോ? 2 കുടുംബങ്ങൾ, കാമുകൻ കാമുകിക്ക് വിഷം കൊടുക്കുന്നു, അല്ല അങ്ങനെയൊക്കെയുള്ള മറ്റേ ഭാര്യയെ ചതിക്കുന്നു, ഭർത്താവ് ചതിക്കുന്നു. ദ്രാവിഡ് വാൾ ഓഫ് ക്രിക്കറ്റ് ആണെന്ന് പറയുന്നു. ആരാണ് വാൾ ഓഫ് മലയാളം സിനിമ? രഞ്ജിത്ത്. നല്ല സിനിമയുടെ കൂടെ കഴിഞ്ഞ 4-5 വർഷമായിട്ട് നിൽക്കുന്ന അദ്ദേഹത്തിന് എനിക്ക് അത്ര റെസ്പെക്ട് ഉണ്ട്. രാജേഷ് പിള്ളയ്ക്ക് രാജീവ് പിള്ളയെ പരിചയമുണ്ടോ? ഉണ്ട്. കിടിലം പയ്യൻ. അടുത്ത പടത്തിലുണ്ടാവോ? പുള്ളിക്ക് ചേർന്ന റോൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കും. രാജേഷ് പിള്ള ഫുൾ നെയിം എന്താ? രാജേഷ് രാമൻ പിള്ളൈ. രാജേഷ് രാമൻ പിള്ളൈ. CV രാമൻ പിള്ളൈ ആരാണ്? CV രാമൻ പിള്ളൈ മറ്റേ ഇതല്ലേ? ആരാ? എന്തായാലും സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്ത ആരാണ് പള്ളി വേണ്ടത്. അവിടെ പോയി ആ സീഡ് മേടിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് കേട്ടാൽ പോലീസ് പിടിച്ചാലോ? അത് കേട്ടോടെ പിടിച്ചോട്ടെ. അപ്പൊ എത്ര പിടിക്കും? നമ്മുടെ മലയാള സിനിമയിലെ എല്ലാ ഡയറക്ടേഴ്സിനും പിടിക്കും. എല്ലാ ഡയറക്ടേഴ്സിനും അവിടെ അക്കൗണ്ട് ഉണ്ടോ? പിന്നെ അവരാണ് ഏറ്റവും പിടിക്കുന്നത്. അവിടുത്തെ കച്ചവടക്കാര്. ഒരു പുതിയ സിനിമ വന്ന അവർ എല്ലാ ഡയറക്ടേഴ്സിനും സാറിന് വേണ്ടി മാത്രമുള്ള കോപ്പിയാണ്, ബാക്കി ഒരു സംവിധായകർക്കും കൊടുക്കത്തില്ല എന്ന് പറയും. ഇതിനെ എല്ലാവരുടെയും കാണും. ഡാഷ് എന്റെ എല്ലാ പടത്തിലും ഉണ്ടാകും. എന്നെ തെറി പറയാൻ വേണ്ടിയാണ് വിചാരിച്ചു. അല്ല തെറി പറയുമ്പോൾ ഞാൻ എപ്പോഴും ബീപ്പ് ഇടാറുള്ളൂ. ഡാഷ് എന്റെ എല്ലാ പടത്തിലും ഉണ്ടാവും. നല്ല കഥ, തിരക്കഥ എന്റെ എല്ലാ പടത്തിലും ഉണ്ടാവും. ഞാനിപ്പോ ഒരു പേര് പറയും, ഓർമ്മ വരുന്ന ഒരു കഥ. ശ്രീനിവാസൻ. പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഒന്ന് അദ്ദേഹത്തിന്റെ ഡ്രൈവിംഗ്. എന്റെ അമ്മ ജീവൻ പണയം വെച്ച് ഞാൻ വണ്ടിക്കകത്തിരുന്നത്. ഡ്രൈവിംഗ് അറിയില്ല, ഒട്ടും അറിയില്ല. അതേ ഇടയ്ക്ക് ബ്രേക്ക് മറന്നു പോകും, ഇടയ്ക്ക് ക്ലച്ച് എവിടെയാണ് മറന്നു പോകും എന്നൊക്കെ പറയാറുണ്ട്. ആസിഫ് അലി. ഫുൾ ഓഫ് എനർജി. മൊത്തം ബഹളക്കാരനാണ്. കുഞ്ചാക്കോ ബോബൻ. ജിം ഓഫ് എ പേഴ്സൺ. എന്റെ ആദ്യത്തെ പടം അദ്ദേഹത്തെ വെച്ച് അദ്ദേഹത്തെ നായകനാക്കി ഒരു പടം എടുത്ത് 8 നില പൊട്ടിച്ചു കൊടുത്തു. അതെന്റെ മാത്രം കുറ്റമായിരുന്നു. എന്നിട്ടും രണ്ടാമത്തെ ചെന്ന് എന്നെ സഹായിക്കണമെങ്കിൽ എന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു പടിയും കൂടെ അതിന്റെ കൂടെ നിന്ന ആർട്ടിസ്റ്റാണ്. ഇത് ക്ലബ് FM കണക്കിന് ഫൺ. ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. Well, my name is Shan, it is Star. The one thing is that sir, you are a fighter. ആദ്യം ഒരു പടം പിടിച്ചു, അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ പൊട്ടി. പക്ഷെ അടുത്ത പടം പിടിച്ചു, നാട്ടുകാരുടെ നെഞ്ചു പൊട്ടിച്ചു. കണ്ണ് തള്ളിക്കുന്ന ഒരു പടം എടുത്തു. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ പ്രതികരണം കിട്ടുന്നത്. ഇനിയും നല്ല സിനിമകൾ എടുത്ത് കൊടുക്കുക. That's the spirit. Right now, രാജേഷ് പിള്ളയുടെ മോസ്റ്റ് ഇമോഷണൽ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാൻ പോവാണ്. ലൈഫിലെ ഏറ്റവും വലിയ സക്സസും ഏറ്റവും വലിയ ഫെയിലിയറും ഒരുപോലെ കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ് രാജേഷ് പിള്ള. റൈറ്റ്? എന്താണ് ലൈഫിലെ ഏറ്റവും വലിയ ഫെയിലിയർ? പടം പരാജയപ്പെട്ടപ്പോൾ ഞാൻ എന്നുള്ള വ്യക്തി തന്നെ മൊത്തത്തിൽ പരാജയപ്പെടുകയായിരുന്നു. കാരണം ഞാൻ പണ്ടുപോലെ എന്റെ ഫാമിലിയിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു അക്കാഡമിക് രീതിയിൽ അത്ര മിടുക്കനല്ലാത്ത ഒരാള്. ഞാൻ പറഞ്ഞ സിനിമയാണ് ഈ എല്ലാവരും മെഡിസിൻ വിടുന്നു, എഞ്ചിനീയറിംഗ് വിടുന്നു,